ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം. അതെ, ചൈതന്യം, അഭിവൃദ്ധി, ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിനായിട്ട് പലപ്പോഴും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പല മേക്കപ്പുകളും ചെയ്യാറുണ്ട്, കോസ്മെറ്റിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിൻ്റെ സൗന്ദര്യം തന്നെ അത് നമ്മുടെ പുറമേയും റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. കേട്ടിട്ടുണ്ടാവും ഒരു പഴഞ്ചൊല്ല്, എന്താണ്? മുഖം മനസ്സിൻ്റെ കണ്ണാടി. മനസ്സ് ഏത് രൂപത്തിൽ കണ്ണാടി പോലെയാക്കുന്നു അത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് മറ്റൊരു കോസ്മെറ്റിക്കിൻ്റെ ആവശ്യമില്ല. അപ്പം ആത്മീയ ചൈതന്യ വർധനയിലൂടെയാണ് വ്യക്തികൾ സമഗ്രമായുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ചൈതന്യമുള്ള ഒരു ആത്മീയ വ്യക്തിക്ക് അവരുടെ പരിസരത്തടുക്കുമ്പോൾ തന്നെ മറ്റു സാധാരണ ആൾക്കാർക്ക് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കാറുണ്ട്. ആത്മീയ ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോകുമ്പോഴും അതേപോലുള്ള ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയുണ്ട്. ഇതെല്ലാം ഈ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എങ്ങനെ ഈ ചൈതന്യ വർധന ഉണ്ടാക്കാം അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കാം, ഇതിനു വേണ്ടിയിട്ട് ചില പുരാതന കാലം മുതൽ നമ്മുടെ ഋഷീശ്വരന്മാർ നിരവധി ജീവിതശൈലിയിൽ ആത്മീയ പാതയിലൂടെയുള്ള ജീവിതശൈലി ചിട്ടപ്പെടുത്തിയിരുന്നു. അതനുസരിച്ച് നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് ഈ ആത്മീയ ചൈതന്യ വർധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം സ്വയം പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഒരു വിളക്കിന് ചുറ്റും ഒരുപാട് വെട്ടമുണ്ടാകാറുണ്ട്. ആ വെളിച്ചത്തിലേക്ക് മറ്റുള്ള ആൾക്കാർ അടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള കറകൾ മാറ്റി ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന മാലിന്യത്തെ, പൊടിപടലങ്ങളെ മാറ്റി പോളിഷ് ചെയ്തെടുക്കുമ്പോഴാണ് അവിടെ ആ വ്യക്തിയിൽ ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് ഉണ്ടാകുകയുള്ളൂ. ആ വാക്കിലും നോക്കിലും സംസാരത്തിലും ഒപ്പം സഞ്ചരിക്കുന്ന സ്ഥലത്തും എല്ലാം ഈ ഒരു ചൈതന്യത്തിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു. അപ്പോൾ അറിയാനുള്ളത്, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവും ചേർന്നിട്ടുള്ളതാണ്. സ്ഥൂല ശരീരത്തിലെ സൂക്ഷ്മമായ സാന്നിധ്യമാണ് ഓറ എന്ന് പറയുന്നത്. ഓറ എന്ന് വെച്ചാൽ എനർജി ഫീൽഡാണ്. ശരീരമാസകലം വിന്യസിച്ചിരിക്കുന്ന ഊർജ പ്രവാഹത്തെയാണ് ഓറ എന്ന് പറയുന്നത്. ഈ ഓറയിൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് ആത്മീയ മൂല്യച്യുതി അല്ലെങ്കിൽ ചൈതന്യച്യുതി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ആത്മീയ ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട ചില വഴികൾ, മാർഗങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ 5 മാർഗങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിൽ ആത്മീയ ചൈതന്യ വർധന ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ചൈതന്യ വർധനയ്ക്ക് പ്രഭാതത്തിലുള്ള കുളി. ഇപ്പോൾ കുളിക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൺ, അവയവം എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കാണ്, തൊലിയാണ്. ഒരു സ്ക്വയർ ഇഞ്ചിൽ ഏകദേശം 3000-ൽ പരം സുഷിരങ്ങളാണുള്ളത്. രണ്ടാമത്തെ ശ്വസനേന്ദ്രിയമാണ് നമ്മുടെ സ്കിൻ, തൊലി എന്ന് പറയുന്നത്. ശ്വാസനാളം, ശ്വസനേന്ദ്രിയം അടഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലേ. മൂക്കും വായും നമ്മൾ പൊത്തിപ്പിടിച്ചാൽ ഭയങ്കര സഫോക്കേഷനായിരിക്കും അനുഭവപ്പെടുക. ഇതേപോലെ നമ്മുടെ ശരീരമാസകലമുള്ള ഈ ശ്വസനേന്ദ്രിയമാണ് തൊലി എന്ന് പറയുന്നത്. ഇത് അടയാനുള്ള കാരണം എന്താ? ഓരോ മിനിറ്റിലും നമ്മളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഡെഡ് സെൽസ് കൊണ്ട് ഈ ഹോളെല്ലാം അടയുന്നു. അടഞ്ഞു കഴിയുമ്പം ഈ വ്യക്തിക്ക് കണ്ടമാനം സഫോക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ നല്ല പ്രഭാതത്തിൽ നല്ലൊരു കുളി ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു റിലാക്സും റിലീഫും ഉണ്ടാകുള്ളൂ. എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയുള്ള വ്യക്തികൾ കുളിയിൽ നിന്നും വിട്ടു നിൽക്കും. അപ്പോൾ ഇതിലൂടെ സഫോക്കേഷൻസ് കൂടുന്നു, ചിന്തയെ അവരെ ബാധിക്കുന്നു. അപ്പോൾ മനോരോഗം അല്ല മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം മനഃശാസ്ത്ര വിദഗ്ധർ ചോദിക്കുന്നത് കുളി എങ്ങനെയുണ്ട്, ഡെയിലി റുട്ടീൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അവർ പല ആലസ്യത്തിലുമായിരിക്കും. രാവിലത്തെ ഈ ഒരു പ്രഭാതമായ കുളിയിലൂടെ സത്യത്തിൽ നമ്മുടെ ഓറയെ ക്ലീൻ ചെയ്യലാണ്, ആത്മീയ ചൈതന്യ വർധനയാണ് ചെയ്യുന്നത്. അപ്പം ജലത്തിലുള്ള ജലധാര, പണ്ട് മുങ്ങിക്കുളിക്കുകയായിരുന്നു അല്ലേ. പലപ്പോഴും കുളത്തിലും അല്ലെങ്കിൽ ആറിലുമൊക്കെ നീന്തി കുളിക്കുക. കുറേ സമയം ജലത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ച് കയറി മുങ്ങി കുളിച്ച് വരുമ്പോൾ ശരീരമാസനം ക്ലെൻസ്ഡ് ആകുന്നു. ഒന്ന് ജലത്തിലൂടെ. മറ്റൊന്ന് നമ്മുടെ ഓറയെ ക്ലീൻ ചെയ്യുന്നത് കാറ്റ്, പ്രകൃതിയിൽ നിന്നുള്ളതാണ്.
വിശാലമായ നല്ല കാറ്റുള്ള സ്ഥലത്ത് നമ്മളൊരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കൈകളൊക്കെ വിശാലമായി നിവർത്തി വളരെ നൈസായിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കാറ്റടിച്ച് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുളിർമയും ഓറ ക്ലീനാകുന്നു. ആത്മീയ ചൈതന്യ വർധനയ്ക്ക് വേണ്ടിയിട്ട് യോഗീശ്വരന്മാർ ഇതേപോലെ പല പല തുറസായ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ നിൽക്കും. കാറ്റുകൊണ്ടുള്ള കുളി, ഇതിലൂടെ ഈ ചൈതന്യവർദ്ധന, ആത്മാവിൻ്റെ ചൈതന്യവർദ്ധന കുളിയിലൂടെയും വിൻഡ് കൊണ്ടുള്ള കാറ്റുകൊണ്ടുള്ള സ്നാനം എന്ന് പറയും. അതിന് മൂന്നാമത്തത് നമ്മൾ പലപ്പോഴും ചില റിജുനേഷൻ സെൻറ്ററുകളിലൊക്കെ മണ്ണ് കൊണ്ടുള്ള കുളിയുണ്ട്. ശരീരമാസകലം ഭൂമിയിൽ നിന്നുള്ള മണൽ തേച്ച് പിടിപ്പിച്ച് കുറേ സമയം മണിക്കൂറുകളോളം അത് ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തി പിന്നെ വാഷ് ചെയ്ത് കളയുന്ന അത്തരത്തിലൂടെ ഈ ചൈതന്യവർദ്ധന. ഇത് ഇപ്പോൾ നമ്മുടെ റിജുനേഷൻ സെൻ്ററുകളിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു കുളി, ശരീരശുദ്ധി, ഇതുമെല്ലാം ഈ ഓറയെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളാണ്. ഇനിയും മറ്റൊന്ന് അഗ്നി, അതായത് ചൂട്, പ്രകാശം കൊണ്ടുള്ളൊരു കുളിയുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും അല്ലേ. ഈ കണ്ണുദോഷമൊക്കെ മാറാൻ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കുട്ടികളിൽ ഇങ്ങനെ അഗ്നി കൊണ്ട് ദീപം കൊണ്ട് ഒഴിയുന്ന കണ്ടിട്ടുണ്ട്. അപ്പം കണ്ണുദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കുഞ്ഞിനെ ഒരു വസ്തുവിലോ ഒരു വ്യക്തിയിലോ നോക്കി മറ്റൊരു വ്യക്തി നെഗറ്റീവായിട്ടൊരു സൂചകമായിട്ടുള്ള ചിന്തകൾ പോലും ഒരു എനർജിയായിട്ട് ആ വ്യക്തിയിൽ പിടിക്കുന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ ശരീരത്തിലും ബാധിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹമൊക്കെ കഴിഞ്ഞ് വധൂവരന്മാർ വീട്ടിലോട്ട് കയറുമ്പോൾ അവിടെ അഗ്നി കൊണ്ട് ഒരു ഒഴിച്ചിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ ദിവസം മുഴുവൻ ഒരുപാട് ആൾക്കാർ അവരുടെ ഫോക്കസ്, അറ്റൻഷൻ എന്ന് പറയുന്ന ഈ വധൂവരന്മാരിലേക്കായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള ഇമ്പൾസുകളോ തോന്നലുകളോ ഒക്കെ ഇവർക്ക് ചുറ്റും ഇവരുടെ ഓറയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്ത ശേഷം ശുദ്ധമാക്കിയെടുക്കുന്ന പ്രക്രിയ. അപ്പം അഗ്നിശുദ്ധി വരുത്തുക. എല്ലാ ദിവസവും പലപ്പോഴും പ്രഭാതത്തിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ആകമാനം ഒന്ന് അഗ്നി കൊണ്ട് ഒഴിയുമ്പോൾ തന്നെ ഓറ ക്ലീനാകുന്നു, ആത്മീയ ചൈതന്യ വർധനയുണ്ടാകും. നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവർ ഫ്രഷായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പം ഒന്ന് അഗ്നി കൊണ്ട് ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഓറ ക്ലീനാകുന്നു, സർവ്വത്തിലുള്ള ഫ്രസ്ട്രേഷൻസും മാറും. ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ അല്ലേ. ക്ഷേത്രങ്ങളിൽ ദീപാരാധനയിൽ ഏറ്റവും പ്രധാനമായിട്ട് നട തുറക്കുമ്പോൾ നമുക്ക് കാണാം കർപ്പൂരം കൊണ്ട് ഒഴിയുന്ന കാണാം വിഗ്രഹത്തിൽ. കാരണം അവിടെ തടിച്ചുകൂരിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ മനസ്സിലെ ചിന്ത അതെല്ലാം ഈ വിഗ്രഹത്തിലേക്കാണ് ഫോക്കസ്ഡ് ആകുന്നത്. ദുഃഖങ്ങളും പരിതാപങ്ങളും പരിദേവനങ്ങളും ഒക്കെ ഇവർ ആവർത്തിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യും. അതെല്ലാം അവിടെ ചൊരിയപ്പെടുകയാണ്. അപ്പം ആ വിഗ്രഹത്തിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് ശക്തിയെ ക്ലെൻസ് ചെയ്യുന്ന, ക്ലീൻ ചെയ്ത് കളയുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ് അവിടെ ശാസ്ത്രീയമായിട്ട് നടക്കുന്നത്. അപ്പം ദുഃഖവും പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഇറക്കി വെക്കാനായിട്ട് സാധാരണ മനുഷ്യർ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നു. അതവിടെ ചൊരിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ നെഗറ്റീവ് സാന്നിധ്യം വരാതിരിക്കാൻ ഈ ക്ലെൻസിങ് എന്ന് പറയുന്ന പൂജാതി വേളകളിൽ അവിടെ ആരതി ഒഴിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ആത്മീയ ശാക്തീകരണത്തിനുള്ള, നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളാണ്. അതുകൊണ്ടാണ് അത്ര ചിട്ടയോടുകൂടി ഓരോ ചടങ്ങുകളും ചെയ്യുന്ന ദേവാലയങ്ങളിൽ ആ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരാശ്വാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട് പലർക്കും അല്ലേ. എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അല്പമെങ്കിലും ഒരാശ്വാസം, സമാധാനം നേടി എങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങോട്ട് ക്ഷേത്രത്തിൽ പോവുകയാണ്, അല്ല അവിടെ ഭജന വിരിക്കാൻ പോവുകയാണ്. ആ പ്രസൻസിൽ, ആ പ്രപഞ്ചത്തിൽ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ അവിടെ എപ്പോഴും ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഈ വ്യക്തികളിലേക്ക് ലഭിക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വന്നേക്കാം. അപ്പം അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ ഇതേപോലെ അഗ്നി കൊണ്ടുള്ള ശുദ്ധിയിലൂടെ വർദ്ധിപ്പിക്കാം. മറ്റൊന്ന് നമ്മുടെ ചിന്തകളിലുള്ള ശുദ്ധിയാണ്. തോട്ട് ചിന്തകളിൽ പല വിധത്തിലുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ആത്മാവിലേക്കാണ് പിടിക്കുക. അപ്പം എപ്പോഴും ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണാതെയും ആവശ്യമില്ലാത്ത ചിന്തകൾ കടത്താതെയും ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മളിൽ നിന്ന് വരാതെയുമുള്ള സംശുദ്ധമായ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു കുളി എന്ന് പറയും. കാരണം ചിന്തകൾ എന്ന് പറയുന്നതെല്ലാം വിത്തുകൾ പോലെയാണ്, സീഡ്സ്. ഓരോ വിത്തിനുള്ളിലുമാണ് ആയിത്തീരേണ്ട വലിയ ഫലവൃക്ഷം ഇരിക്കുന്നത്. അപ്പം നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്താധാര സത്യത്തിൽ
ആത്മീയമായ ചടങ്ങുകളെല്ലാം തന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളുടെ തോതിനെ, അളവിനെ ഒന്ന് കുറയ്ക്കാൻ കുറേ സമയത്തേക്ക് നമ്മൾ ചെയ്യുന്ന ചില ഡെലിബ്രേഷൻസാണ്. പൂജയും കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഏകാഗ്രമായിട്ട് നിൽക്കുമ്പോൾ മറ്റ് ചിന്തയുടെ എണ്ണം കുറയുന്നു. ഇതൊരു ക്ലെൻസിങ്ങാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ജപം, പ്രാർത്ഥന, ഭജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ മറ്റ് ചിന്തകളുടെ, അനാവശ്യ ചിന്തകളുടെ കുത്തൊഴുക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്ലെൻസ് ചെയ്യുന്ന, ചിന്തകളെ ക്ലെൻസ് ചെയ്യുന്ന, അതിലൂടെ തന്നെ ആത്മീയ അഭിവൃദ്ധിയിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ക്രിയകൾ ബോധപൂർവം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ആത്മീയ ചൈതന്യം ഉണ്ടാകുന്നത്. ആത്മീയ കഥകളിൽ ആത്മീയ ചൈതന്യ വർധനയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ള വിഷയം നാം മനസ്സിലാക്കി. ആത്മീയ കഥകളിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.